വള്ളം കയറ്റി വെച്ചോ. ഓഹോ കുഞ്ഞേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിൽ ഒരു വള്ളപ്പുര കെട്ടി നമുക്ക് ഈ വെള്ളം അവിടെ സൂക്ഷിക്കാം. അതെന്തിനാ? ഉറപ്പ് അദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കാതെയല്ലേ നമ്മൾ ഇയാണ്ട് വെള്ളം ഇറക്കിയത്. ഈ വാശിക്ക് അങ്ങേര് വെള്ളം തീവച്ച് കളഞ്ഞാലോ? ഏയ്, അതിനുള്ള ധൈര്യം അയാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. വള്ളത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനാ അയാൾ മോളെ പറഞ്ഞയച്ചത്. ഏതായാലും കുഞ്ഞ് ശരിക്കൊന്ന് വാരി വിട്ടത് വളരെ നന്നായി. ഏയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലേ ഇതൊക്കെ ചെയ്ത്. ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. നീ എന്നോടാണോ തമാശ കാണിക്കുന്നത്? നീ ആരാടി ഇടാന്നൊക്കെ വിളിക്കുന്നത്? നിന്നെ തന്നെ അഹങ്കാരം കാണിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോടി? എന്ത് പറഞ്ഞു? നിനക്ക് കഴിഞ്ഞാൽ ഒടിച്ചുകളയും. നീ പെണ്ണായി പോയി, അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പോ ശവമേ. നിന്നെ ഞാൻ കാണിച്ചു തരാവടാ. നീ എന്തോ കാണിക്കാനടി? പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മണക്കൊഴുപ്പല്ല എന്താ? ആരുടെങ്കിലും കൈ നിനക്ക് കിട്ടിക്കോളും. അപ്പൊ ഞാൻ വരട്ടെ. നിനക്ക് അവന്റെ ചെവി കുരിക്കൊരു അടി കൊടുക്കാൻ വയ്യായിരുന്നു. ഞാൻ അടിക്കാൻ കൈ ഓങ്ങിയതാ ചേട്ടാ. അവൻ എന്റെ കൈയെ കയറി പിടിച്ചു. അവൻ അത്രയ്ക്കായിരുന്നു. സുരേന്ദ്ര, സുരേന്ദ്ര മോനെ, ഇങ്ങോട്ട് മാറാൻ ഞാനാണ് പറയുന്നത്. മോനെ സുരേന്ദ്ര, അച്ഛൻ പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കണം. പണമുള്ളവര് വിചാരിച്ചാൽ ഈ ലോകത്ത് എന്ത് നടക്കും? നടക്കട്ടമ്മേ. മനുഷ്യന് പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്ത ആളുകളുടെ കീഴിൽ അടിമപ്പണി ചെയ്യാനല്ലേ എന്നെ കൊണ്ട് എന്ന് അച്ഛനാക്കിയിരിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ എന്റെ വേല ആരംഭിക്കാൻ പോവുകയാണ്. അയ്യോ എന്റെ പൊന്നുമോനെ, ഞങ്ങൾക്ക് ആകപ്പാടെ ഉള്ള ഒരു ആന്തരിയാണ് നീ. നീ എവിടെ പോയാലും ഈ കുടുംബത്തെ കുറിച്ച് നിനക്ക് ഓർമ്മ വേണം. നീ തല്ലാനും കൊല്ലാനും ഒന്നും പോവണ്ട. അമ്മേ, തല്ലുകൊണ്ടൊന്നും അവസാനിക്കുന്ന കാര്യമല്ല ഇത്. എന്റെ ഭഗവാനെ, ഒരിക്കലും ഒരു മനസമാധാനം കിട്ടില്ലല്ലോ. അമ്മേ, ഇത്രയൊക്കെ ആയിട്ടും ആ മുതലാളിയുടെ മുമ്പിൽ നട്ടല് വളയ്ക്കാതെ നിൽക്കാൻ അച്ഛന് കഴിയുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ മോനെ, ആ മനുഷ്യന്റെ പാരമ്പര്യം അങ്ങനെ ആയിപ്പോയി. ആ പാരമ്പര്യം മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാധവി, ആനകുത്തി കർത്താവിന്റെ കുടുംബമായിട്ട് ബന്ധം ഉണ്ടാകുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എത്ര വലിയ ഭാഗ്യമായാലും ശരി, പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കുന്ന ഏർപ്പാട് നമുക്ക് വേണം. എന്റെ മോളെ കാണാനുള്ളവർ ഇവിടെ വന്ന് കണ്ടേച്ചാണ്. അയ്യോ, അമ്മ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. മേ, അമ്മാവൻ കൊണ്ടുവന്നൊരു ആലോചനയെ രാധ അമ്മാവന്റെ വീട്ടിലോട്ട് അയച്ചാൽ മതി. അമ്മാവൻ കൊണ്ടേ കാണിച്ചോളൂ. ചേട്ടാ, ഈ പുതിയ ഏർപ്പാട് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മോളെ, നിന്റെ അമ്മയുടെ വാശി കണ്ടോ? എടി, കർത്താവ് അദ്ദേഹം തളർവാദം പിടിച്ച് കിടപ്പാ. അദ്ദേഹത്തിന് മോളെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒക്കുവോ? അയ്യോ, തളർന്നു കിടക്കുന്നവനെ കൊണ്ടാണോ കുഞ്ഞിന് സംബന്ധം ചെയ്യിക്കാൻ പോകുന്നത്? നമുക്ക് ആ സംബന്ധം വേണ്ട. തോളിച്ചോണ്ട് നടക്കേണ്ടി വരും. ഓടാ ഇഡിയറ്റ്.
ചെറുക്കനല്ല, ചെറുക്കന്റെ തന്ത തളർന്ന് കിടക്കുന്നത്. ആഹാ, ഞാൻ വിചാരിച്ച് ചെറുക്കൻ ആന കുത്തി തളർന്നു കിടക്കുകയാണെന്ന്. മാധവി, ഒരു കാര്യം ചെയ്യാം. ബാബു രാധയും കൂടെ അമ്മാവിന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. കുറച്ചു ദിവസം അവിടെ താമസിക്കുകയും ചെയ്യട്ടെ. എന്താ? എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്താൽ. എന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പോരല്ലോ. മോളെ, നിനക്ക് ഈ വിവാഹം ഇഷ്ടമാണ്? എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ആദ്യമേ പറയില്ലായിരുന്നു അച്ഛൻ. ശരി, എന്നാൽ ഇന്ന് തന്നെ പുറപ്പെട്ടുള്ളൂ. ഇന്ന് വരെ ഈ പഞ്ചായത്തിനെ കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? പ്രയോജനം ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്തിൽ പാവപ്പെട്ടവന്റെ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം. അതെങ്ങനെ നടക്കും? ഈ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടോ? കുറുപ്പ് അദ്ദേഹം അങ്ങേരുടെ സിംഗടിയിൽ വെച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കും. നമ്മളെല്ലാരും കൂടെ കൈക്കടിച്ച് അങ്ങോട്ട് പാസ്സാക്കും. അതല്ലേ ഇതോടെ നടന്നുകൊണ്ടിരുന്നത്? ആ ഏർപ്പാട് ഇതോടെ നിർത്തണം. എല്ലാ വാർഡുകളിലും നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കണം. കൊച്ചികേശവ, ഇതുവരെ ഞാനായിരുന്നു ഈ പഞ്ചായത്തിന്റെ സ്ഥിരം പ്രസിഡന്റ്. ഞാൻ വെക്കുന്നായിരുന്നു ഇവിടുത്തെ ചട്ടം. ഇന്നിപ്പോ കണ്ട ആപ്പി ഉപ്പൊക്കെ തലമുക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഞാൻ നിൽക്കുന്നില്ല. ചേട്ടൻ ഒഴിഞ്ഞു മാറുന്നത് അത് നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. ഈ നാട്ടിൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ചേട്ടനായിരിക്കും. അല്ലെങ്കിൽ ഈ കരയിൽ പഞ്ചായത്തേ വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിൽക്കില്ല. നിക്കില്ലേ? ഈ വർഷമൊന്നല്ല, ഇനി ഒരിക്കലും നിൽക്കില്ല. തീർച്ചയാണോ? തീർച്ച. എന്നാ അവനെ കൊല്ലാതെ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കാം. അങ്ങനെ മര്യാദയ്ക്ക് സമ്മതിക്കാം. എന്നാ ചേട്ടനോട് ഇനി ഒരു കാര്യം ഞാൻ പറയാം. ചേട്ടൻ തെരഞ്ഞെടുപ്പ് നിന്നാൽ ഈ നാട്ടിലുള്ള എല്ലാവരും ചേട്ടന്റെ കൂടെ കാണും. നടക്കാം. എന്താ ഇവിടെ നടന്നത്? ഇതാണ് നടന്നത്. മാന്യഭാജനങ്ങളെ, ഈ കരയിലെ വിളവെടുപ്പ് ഉത്സവം ഇന്ന് മംഗളമായി സമാപിച്ചിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ഉടനെ ഇതുപോലെ സമ്മേളനം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പറ്റി ചില സുദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് നാം പിരിയാൻ പോവുകയാണ്. ഈ പഞ്ചായത്ത് തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ നമ്മുടെ കുറുപ്പദ്ദേഹമാണ് ഇവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തെയോ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയോ എതിർക്കാൻ ഇന്നുവരെ ആർക്കും ചക്കൂറ്റുണ്ടായിട്ടില്ല. അതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിനും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളെയും എതിരില്ലാതെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടുമെന്ന് ഞങ്ങൾ കുറിപ്പുണ്ട്. വാച്ചുള്ളേ, ലിസ്റ്റ് വായിക്കും. 1 കുറുപ്പദ്ദേഹം, 2 ശങ്കരപ്പിള്ള, 3 മേടയിൽ മാധവൻ തമ്പി, 4 ഒന്ന് നിർത്തണം. നിർത്താനോ? ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന ആരുടെയും തറവാട്ട് സ്വത്തല്ല. എല്ലാ ആളുകൾക്കും ഒരുപോലെ അവകാശമുള്ള സ്വയംഭരണ സ്ഥാപനമാണ്. നിങ്ങൾ വായിച്ച ലിസ്റ്റുള്ള ആരെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ പറഞ്ഞ ആരെയും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഭരിക്കാൻ യോഗ്യത ഉള്ളവൻ ആരാടാ? പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ലക്ഷപ്രഭു കാണുമൊന്നുമില്ല. പാവപ്പെട്ടവന് നിൽക്കാൻ അവകാശമുണ്ട്. എന്റെ മണ്ടക്കാട്ടമ്മേ, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? പഞ്ചായത്തിൽ സ്ഥാനം വേണമെങ്കിൽ മത്സരിച്ച് ജയിക്കണമെന്ന്. മത്സരമോ? കുറുപ്പദ്ദേഹത്തിനെ എതിർക്കാൻ തന്റെ ഉള്ളവൻ ആളുണ്ട് അവിടെ? ഞാനുണ്ട്. നീയോ? ഞാൻ മാത്രമല്ല, എല്ലാ വാർഡുകളിലേക്കും സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വായിച്ചു. 1 സുരേന്ദ്രൻ, 2 യൂണിയൻ സെക്രട്ടറി ശങ്കരൻ, 3 ചേന്നന്റെ മകൾ മാല. ചേന്നന്റെ മകൾ പഞ്ചായത്ത് മെമ്പറിയോ? എന്താ, അവൾ ഈ പഞ്ചായത്തിൽ ജനിച്ചു വളർന്നവളല്ലേ?
നിങ്ങളെപ്പോലുള്ള മുതലാളിമാരെ ആദ്യമായി തൊഴിലാളികൾ എതിർക്കാൻ പോവുകയാണ്. ഇവിടെ കുറ്റൂർപ്പേ തന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഞാൻ നിൽക്കുന്നില്ലെന്ന്. ഞാൻ പോവുകയാണ്. ആരും ബഹളം ഉണ്ടാക്കരുത്. നമ്മൾ അന്തസ്സുള്ള കാര്യത്തിന് വന്നവരാണ്. പോകരുത്, മാനക്കേടാണ്. നമ്മൾ പോയാൽ തോട്ടോടിയെന്ന് പറയും. പിന്നെ ഈ തെന്നോട് ഞാൻ മത്സരിക്കണം. മത്സരിച്ചില്ലെങ്കിൽ അവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. നമ്മൾ അവന്റെ കീഴിൽ കഴിയേണ്ടി വരും. സുരേന്ദ്ര, നീ തീയോടാണ് കളിക്കുന്നത്. തോറ്റ് തൊപ്പിയിടും. അത് നമുക്ക് കാണാം. നീ തോറ്റാൽ തലമൊട്ടിയടിച്ച് ഈ നാട്ടിൽ നിന്ന് പോണം. പോകാം. പക്ഷേ കുറുപ്പദ്ദേഹം തോറ്റാലോ? കുറുപ്പദ്ദേഹം തോക്കില്ലടാ. തോറ്റാലോ? തോറ്റാവുന്ന അദ്ദേഹത്തിന് സ്വത്തിന് കഴുകി തരണോ? വേണ്ട. പിന്നെന്താ, അദ്ദേഹത്തിന് മോളെ കെട്ടിത്തരണോ? എന്താ പറഞ്ഞത്? മോളെ കെട്ടിച്ചു തരാമെന്ന്. അതിനുള്ള നട്ടൽ ഇദ്ദേഹത്തിനുണ്ടോ? ചുണയുണ്ടെങ്കിൽ പന്തയം വെക്കണം, അല്ലെങ്കിൽ പിന്മാറണം. ഞാൻ പിന്മാറാനോടാ പട്ടി. പിടിയില്ലേട്ടാ, ഇതൊരു വാശിയാണ്. പറയാൻ തയ്യാറാണെന്ന്. ആണത്തുമുണ്ടെങ്കിൽ പന്തയം വെക്കണം. പന്തേനല്ല, നീ ജയിച്ചാൽ എന്നെ മോളെ കെട്ടിച്ചു തരാം. നാട്ടുകാരെ, ഈ പന്തയം നിങ്ങൾ കേട്ടല്ലോ. ഈ പന്തയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കാൻ പോവുകയാണ്. കുറുപ്പച്ചായത്തെ